കേരളത്തിൽ UDF വിജയത്തിന് ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാണിച്ച രണ്ട് പ്രധാന കാരണങ്ങൾ. ഒന്ന്, കേരളത്തിലെ ഗവൺമെന്റിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം. രണ്ട്, കേന്ദ്രത്തിൽ BJPയെ ചെറുക്കാൻ ഏറ്റവും ഇന്നത്തെ സാഹചര്യത്തിൽ UDFനോടൊപ്പം കഴിവ് മറ്റാർക്കുമില്ല. കേരളത്തിലെ UDF ആണ് രാജ്യത്തിലെ ഇന്ത്യ മുന്നണിയായി മാറിയത്. അപ്പോൾ ആ നിലയ്ക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകാൻ സാധ്യത കോൺഗ്രസിന് മാത്രമാണ്, UDFന് മാത്രമാണ്. അതാണ് ഇതിനൊക്കെ പുറമെ കേന്ദ്രത്തിലും ദേശീയ തലത്തിലും ഇടതുപക്ഷം ഒരു ശക്തിയേ അല്ല. ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും അതിൽ തന്നെ വിശ്വസിക്കുന്നു. ഭരണവിരുദ്ധ വികാരം ശക്തമാണ്, അത് സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് കേരളത്തിനകത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, നാണയപ്പെരുപ്പമുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ, അനവധി കാര്യങ്ങൾ, ദൈനംദിന പ്രശ്നങ്ങളുണ്ട്. പിന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ള കലുഷിതമായ അന്തരീക്ഷം, ബിരുദത്തിന് പോലും പഠിക്കാൻ കുട്ടികൾ വെളിയിലേക്ക് പോകുന്നൊരു സാഹചര്യം വരുമ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കാര്യമായ കുഴപ്പമുണ്ടെന്നുള്ള വിശ്വാസം. അങ്ങനെ ഭരണവിരുദ്ധ വികാരങ്ങൾ ഒത്തിരി പറയാനുണ്ട്. പിന്നെ അഴിമതിയുടെ കാര്യം വീണ്ടും എടുത്ത് പറയണം. അത് മാധ്യമങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങളായി കാണിച്ചത് ഗവൺമെന്റിന്റെ മുമ്പിൽ ഗവൺമെന്റിന്റെ ഒരു വലിയ വെല്ലുവിളിയായി മാറി. അഴിമതിയുള്ള ഒരു ഭരണമാണ്, സാമ്പത്തിക കെടുകാര്യസ്ഥയ്ക്ക് കാരണം ഗവൺമെന്റാണ്. ഇത്തരം ചിന്താഗതികൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മാൻഡേറ്റായി UDFന് അനുകൂലമായി വന്നു. അപ്പോൾ ഇത് LDF ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പിലെ വിധിയിൽ നിന്ന് പഠിക്കാൻ ഒത്തിരി പാഠങ്ങളുണ്ട്. അതവർ മനസ്സിലാക്കി പരിശ്രമിച്ചാലേ ആ സാഹചര്യം മാറ്റാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഒതുങ്ങി വരുന്ന ഒരു പരിമിതമായ ഒരു പാർട്ടിയായി ഇടതുപക്ഷം വരുന്നൊരു സാഹചര്യത്തിൽ കേരളത്തിൽ പോലും അതിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വെർഡിക്റ്റ് വരുമ്പോൾ, വിധി വരുമ്പോൾ, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അത് ഭരണത്തിനെതിരെയുള്ള ചിന്താഗതിയാണോ എന്ന് പോലും പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാരണമാണ്. അല്ലാതെ ഡൽഹിയിൽ ആദ്യം ഭരിക്കുക, ദേശീയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിനെ ലളിതവൽക്കരിക്കുന്നതിൽ വലിയ കാര്യമില്ല. അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ താമര വിരിഞ്ഞത് ഒരു വലിയൊരു അത്ഭുതമായിട്ട്, ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് കേരളത്തിൽ കാണപ്പെടുന്ന രാഷ്ട്രീയ വൃത്തങ്ങൾ ആ നിലയ്ക്ക് അതിനെ വലിയ കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ BJP കേരളത്തിൽ വളരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് 15% ഉണ്ടായിരുന്നെങ്കിൽ 4%-അപ്പുറം വർദ്ധിച്ച് 19%-ലേക്ക് BJP എത്തിയിരിക്കുകയാണ്. അപ്പോൾ BJP ഭാവിയിൽ അത് 25% ആക്കാനുള്ള സാധ്യത വളരെയധികമുണ്ട്. അപ്പോൾ പരമ്പരാഗതമായ ഒരു ബൈപോളാർ, ഇരുധ്രുവ മുന്നണി രാഷ്ട്രീയമായിരുന്നെങ്കിൽ ഇനി അതൊരു ട്രൈപോളാർ, 3 പ്രധാനപ്പെട്ട മുന്നണികൾ തമ്മിൽ നടത്തുന്ന മത്സരമായി മാറും. ഇത് ഇടതുമുന്നണിയുടെ വോട്ട് BJP കൊണ്ടുപോകണം, വലതു മുന്നണിയുടെ വോട്ട് BJP എന്ന് പറയുന്നതിന് പകരം BJP സ്വന്തമായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം മറക്കരുത്. അത് സംഭവിക്കുന്നു. അത് സംഭവിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് സാമ്പ്രദായിക ഇടതുപക്ഷ വലതുപക്ഷ മുന്നണികളിലുള്ള വിശ്വാസം കുറയുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാരണം. അപ്പോൾ അവരൊരു അൾട്ടർനേറ്റീവ് നോക്കുമ്പോൾ അത് BJPയിലേക്ക് വരുന്നു. രണ്ട്, സോഷ്യൽ എഞ്ചിനീയറിംഗ് BJPക്ക് അനുകൂലമായി വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ചാൽ, ഒന്ന്, തീർച്ചയായിട്ടും ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ BJPക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തൃശ്ശൂരിലെ വിജയം അത് എടുത്തു കാണിക്കുന്നുണ്ട്. 22%-ഓളം ക്രൈസ്തവ വിഭാഗങ്ങളുള്ള തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ പിന്നിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അതിന് മറ്റൊരു കാരണം ഇടതുപക്ഷത്തിൻ്റെ ആരോപിക്കപ്പെടുന്ന മുസ്ലിം പ്രീണനമാണ്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ചത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ചാണ്. കേരളത്തിൽ ആരെയും ബാധിക്കാത്ത, കേരളത്തിലെ പൗരന്മാരെ ആരെയും ബാധിക്കാത്ത സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ച് ഇത്രത്തോളം പറഞ്ഞ് മുസ്ലിം കൺസോളിഡേഷൻ കൊണ്ട് വിജയിക്കാമെന്നുള്ള ചിന്താഗതി മറുവശത്ത് ഹിന്ദു കൺസോളിഡേഷനും ഒരു പരിധിവരെ ക്രൈസ്തവരുടെ ഭാഗത്തിൽ ലെഫ്റ്റിന് കൊടുക്കുന്ന പിന്തുണ പിൻവലിക്കാനും കാരണമാക്കി. അപ്പോൾ വാസ്തവത്തിൽ ഇടതുപക്ഷം കാണിച്ച ഒരു അബദ്ധം ആ നിലയ്ക്ക് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിനേക്കാൾ. കാരണം ഇടതുപക്ഷത്തിൻ്റെ വോട്ടർ ബേസ് എന്ന് പറയുന്നതിനകത്ത് ഒരു 100%-ത്തിൽ ഒരു 65%-എങ്കിലും ഹിന്ദു ബേസാണ് ഉള്ളത്. അപ്പോൾ അതിനെ മറിച്ച് ഒരു ന്യൂനപക്ഷ പ്രീണനത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിൽ നിന്ന് BJPയിൽ പോകുന്നവരുണ്ട്. അത് കാണാതിരിക്കരുത്. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വ്യത്യാസങ്ങൾ നോക്കിയാൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടും പോയിട്ടുണ്ട്, വലതുപക്ഷത്തിൻ്റെ വോട്ടും പോയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിൻ്റെ മേൽവിലാസം പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ല. തൃശ്ശൂരിൽ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. ഓരോ സ്ഥലത്തും അതിൻ്റെ മാറ്റങ്ങൾ വളരെ വളരെ വ്യക്തമായിട്ട് കാണാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ആറ്റിങ്ങലിൽ ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗതമായ ഒരു മണ്ഡലത്തിൽ ഇടതുപക്ഷം തോറ്റതിന് കാരണം UDF മാത്രമല്ല,
ബി.ജെ.പിയുടെ വലിയ പെർഫോമൻസ് അവിടെയുണ്ട്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ 1.5% കൂടുതൽ മാത്രമേ അടൂർ പ്രകാശിനുള്ളൂ. അപ്പോൾ 3 സ്ഥാനാർത്ഥികൾ അടുത്തടുത്താണ് വന്നത്. യഥാർത്ഥത്തിൽ വോട്ടിന്റെ റിസൾട്ട് വരുമ്പോൾ എഫക്റ്റീവായിട്ടുള്ള ട്രയാങ്കുലർ ആയിട്ട് വന്നത് തൃശ്ശൂരല്ല, ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ബി.ജെ.പി വളരെ നല്ല പെർഫോമൻസ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ വിജയം പ്രത്യേകം പരാമർശം അർഹിക്കുന്നുണ്ട്, തർക്കമൊന്നുമില്ല. വൻ ഭൂരിപക്ഷത്തിൽ 74,000-ത്തിനടുത്തുള്ള വോട്ട് നേടുക എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം നേടുക നിസ്സാരമല്ല. പക്ഷെ അതൊരു പ്ലൂറലിസ്റ്റിക് വിക്ടറിയാണ്. ക്രൈസ്തവ വിഭാഗത്തിൻ്റെയും പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജനകീയത, എല്ലാ വിഭാഗക്കാരിലും അപ്പീൽ ചെയ്യാനുള്ള സ്വാധീനം, ചെറുപ്പക്കാരുടെ ഇടയിലുള്ള പിന്തുണ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വിജയത്തിന് കാരണമാക്കി. പക്ഷെ ബി.ജെ.പി കേരളത്തിൽ പടിപ്പടിയായിട്ട് വളരുന്നുണ്ട്. അത് കേരളത്തിൻ്റെ ഡെമോഗ്രഫി പഠിച്ചു മനസ്സിലാക്കുന്നവർക്ക് അറിയാം എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന്. അത് രാഷ്ട്രീയ പാർട്ടികൾ ജാതിമത പ്രീണനങ്ങൾ തുടരുമ്പോൾ മറുവശത്ത് അതിനെതിരെയുള്ള റിയാക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. വളരെ പെട്ടെന്ന് ബി.ജെ.പിക്ക് ഉയരാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ 1980-ൽ 1.5% ഉണ്ടായിരുന്ന ബി.ജെ.പി 40 വർഷം കഴിഞ്ഞപ്പോൾ 19% പടിപ്പടിയായിട്ടാണ് വളരുന്നത്. പക്ഷേ 15-ൽ നിന്ന് 19-ലേക്ക് എത്താൻ കഷ്ടിച്ച് 5 വർഷമേ വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുക്കുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു വർധനവ് 25-ലേക്ക് എത്തി എന്നിരിക്കുക. ചുരുക്കത്തിൽ ഇവിടുത്തെ ബൈപോളാർ കോalition പൊളിറ്റിക്സിന്റെ ലാൻഡ്സ്കേപ്പ്, ഇരുധ്രുവ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭൂമിക ഇന്ന് ട്രൈപോളാർ ആയിട്ടുള്ള 3 പ്രധാനപ്പെട്ട മുന്നണികൾ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ രംഗമായി മാറും. അതിനെ തടയിടാനാണ് 2 മുന്നണികളും പലപ്പോഴും ശ്രമിച്ചത്. ബി.ജെ.പിയെ തോൽപ്പിക്കാൻ ഇടതുപക്ഷം വലതുപക്ഷത്തെ സഹായിച്ചിട്ടുണ്ട്, വലതുപക്ഷം ഇടതുപക്ഷത്തെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത് ഇനിയും അങ്ങനെ തുടർന്നാൽ വിജയിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ വിജയത്തിലേക്ക് താല്പര്യം വരും. അതിൻ്റെ സാധ്യതകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും തൃശ്ശൂറും പാലക്കാടും പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ ബി.ജെ.പി ചെറുതായിട്ടാണെങ്കിലും ബി.ജെ.പിയുടെ ഒരു റിമാർക്കബിൾ ഗ്രോത്ത് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട്. സീറ്റ് ആദ്യമായിട്ട് താമര വിരിഞ്ഞു, അത് തൃശ്ശൂറാണ്. വളരെ വിജയത്തിന് വളരെ അടുത്തെത്തിയ തിരുവനന്തപുരവും ആറ്റിങ്ങലുമുണ്ട്. ആലപ്പുഴയിൽ 3 ലക്ഷത്തിലപ്പുറം അടുത്ത് വോട്ടുകളുണ്ട്. മറ്റു പല സ്ഥലങ്ങളിലും പോളിംഗ് ശതമാനം വർദ്ധിച്ചു. ബി.ജെ.പിയുടെ ഏറ്റവും വലിയ പോളിംഗ് വർദ്ധിച്ചത് ആലപ്പുഴയിലും ആലത്തൂറുമാണ്. ആലത്തൂർ ബി.ജെ.പിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 11% വോട്ട് കൂടിയപ്പോൾ തൃശ്ശൂരിലാകട്ടെ 10% വോട്ട് വർദ്ധിച്ചു. ആലപ്പുഴയിലും ഏതാണ്ട് അത്രത്തോളം തന്നെ ഉണ്ടായി. പിന്നെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും 7%-ലേറെ വോട്ട് വർധനവുണ്ടായി. ഇതെല്ലാം കാണിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളും 1-2 മണ്ഡലങ്ങൾ ഒഴികെ ബി.ജെ.പിക്ക് പോളിംഗ് ശതമാനം കുറഞ്ഞത്, കഴിഞ്ഞ തവണത്തേക്കാൾ മോശപ്പെട്ട പെർഫോമൻസ് നടത്തിയത് പത്തനംതിട്ടയും മലപ്പുറവുമാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ബി.ജെ.പിയുടെ വോട്ട് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അതിൽ ആലത്തൂരിൻ്റെ 11%, 10%-ൻ്റെ ആലപ്പുഴയിലാണ് 10%, തൃശ്ശൂറല്ല. 8%-ലേറെ തൃശ്ശൂറും 7%-ലേറെ തിരുവനന്തപുരവും ആറ്റിങ്ങലും. ഇപ്പോൾ ചുരുക്കത്തിൽ ബി.ജെ.പിയുടെ ശരാശരി വോട്ടിംഗ് ശതമാനം 19-ന് മുകളിലായി, 19%-ന് മുകളിലായി. അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിലെ ബൈപോളാർ പൊളിറ്റിക്സിൻ്റെ ആ രാഷ്ട്രീയ ഭൂമിക മാറുന്നു. ആ യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിൽ കൂടി വ്യക്തമായി. പക്ഷെ അതിൻ്റെ അർത്ഥം നാളെ ബി.ജെ.പി തനിച്ച് ഭരിക്കുമെന്നോ ഒരുമിച്ച് വരുമെന്നോ എന്നല്ല. പക്ഷെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പിന്തുണ ബി.ജെ.പിക്ക് കിട്ടുന്നുണ്ട്. ഒ.ബി.സി വിഭാഗത്തിനിടയിൽ ബി.ജെ.പി വളരുന്നുണ്ട്. ഇത്തരം യാഥാർത്ഥ്യങ്ങളോടൊപ്പം തന്നെ പുതിയ തലമുറയിലും ബി.ജെ.പിക്ക് വോട്ടുകൾ കിട്ടുന്നുണ്ട്. ഈ ഫാക്ടേഴ്സ് കണ്ടില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ രാഷ്ട്രീയത്തിന് യഥാർത്ഥത്തിൽ നടക്കുന്ന ഡൈനാമിക്സ് മനസ്സിലാക്കാത്തത് കൊണ്ടോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയില്ല എന്ന് ഭാവിക്കുന്നത് കൊണ്ടാണ്. വാസ്തവത്തിൽ ബി.ജെ.പിയുടെ സ്വാധീനം കേരളത്തിൽ ചെറുതായെങ്കിലും വളരുന്നുണ്ടെന്നാണ് യാഥാർത്ഥ്യം.